ഇതുപോലെ ഒരു അധപ്പതനം കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ലൂണ തിരിച്ചു വന്നതിന്റെ ഒരു സന്തോഷമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഉണ്ടെങ്കിൽ പോലും അത്ര അങ്ങോട്ട് സന്തോഷിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലൂണ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് കാര്യങ്ങൾ സ്മൂത്ത് ആകാൻ പോകുന്നില്ല. ലൂണയെ കളിപ്പിക്കുമെന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം മാച്ച് ഫീയുടെ പേരിൽ ഇവന്മാർ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വമ്പൻ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് ബംഗളൂരു എഫ്സിയിൽ നിന്നും കൊണ്ടുവന്ന ഡാനിഷ് ഫറൂഖ് എന്ന താരം ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയ കാര്യം നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടായിരിക്കുമല്ലോ. ഈസ്റ്റ് ബംഗാൾ താരത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഒരു ഡിപ്പാർച്ചർ പോസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ സങ്കടമുണ്ടാകുന്ന വസ്തുതയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസൻസ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നതാണ്. അപ്പം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സോഷ്യൽ മീഡിയ ടീം പോലും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത്. അതെന്തുകൊണ്ടില്ലാതായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുത്തൻ തന്റെ കുടുംബവാശിക്ക് വേണ്ടിയിട്ട് അനിയനെ പിടിച്ച് സോഷ്യൽ മീഡിയയുടെ തലപ്പത്ത് വെച്ചല്ലോ. ഒരു താരത്തിന് ഡിപ്പാർച്ചർ പോസ്റ്റ്, ഒരു താങ്ക് യു പോസ്റ്റ് പോലും ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പേജിൽ ഒരു താരം പോയപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുണ്ട്, അത്രേ ഉള്ളൂ.